വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകിയതായി മന്ത്രി വി.എൻ. വാസവൻ. നിലവിലെ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ബ്രേക്ക് വാട്ടർ നിർമ്മിക്കും. 2 പാക്കേജുകളായാണ് പദ്ധതി നടപ്പാക്കുക. മത്സ്യബന്ധന ബോട്ടുകൾക്ക് സുഗമമായി തുറമുഖത്ത് പ്രവേശിക്കുന്നതിന് സൗകര്യമൊരുക്കാനാണ് ഇരു പദ്ധതികളും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി നിശ്ചയിച്ച പദ്ധതികളാണിവ. രാജ്യാന്തര തുറമുഖവും അനുബന്ധ പുലിമുട്ടും നിർമ്മിച്ചതുമൂലം മത്സ്യബന്ധന തുറമുഖത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് പദ്ധതികൾ. രണ്ടിനും സംസ്ഥാന സർക്കാരാണ് പണം മുടക്കുക. 271 കോടി രൂപയുടേതാണ് പദ്ധതി. അദാനി തുറമുഖ കമ്പനി മുഖേന 235 മീറ്റർ നീളമുള്ള പുലിമുട്ട്, 500 മീറ്റർ നീളത്തിൽ ഫിഷിംഗ് ബെർത്ത്, മറ്റനുബന്ധ സൗകര്യങ്ങൾ എന്നിവ 146 കോടി രൂപ ചെലവഴിച്ച് ഒന്നാം പാക്കേജായി നടപ്പാക്കും. നിലവിലെ ഫിഷിംഗ് ഹാർബറിന്റെ സീവേർഡ് ബ്രേക്ക് വാട്ടറിൽ നിന്നും 45 ഡിഗ്രി ചെരിവിൽ 250 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മാണം 125 കോടി രൂപ ചിലവിൽ 2ാം ഘട്ടമായി നടപ്പാക്കും. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുക. പൂനെയിലെ സെന്റർ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷനാണ് അന്തിമ രൂപരേഖ തയ്യാറാക്കിയത്. അതേസമയം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിക്കായി അനുവദിക്കുന്ന വയബിലിറ്റി ഗ്രാപ്പ് ഫണ്ടിന് കേന്ദ്ര സർക്കാർ വിഹിതമായി 817.80 കോടി രൂപ സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വായ്പയ്ക്കു പകരം ധനസഹായമായി തുക അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ എംപവേർഡ് കമ്മിറ്റി തള്ളിയിരുന്നു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകണമെങ്കിൽ പദ്ധതിയിലൂടെ കേരളത്തിന് ലഭിക്കാവുന്ന വരുമാനത്തിന്റെ 20% നൽകിയേ മതിയാകൂ എന്ന നിലപാടിലാണ് കേന്ദ്രം. 2034 മുതൽ കേരളത്തിന് പദ്ധതിയിൽ നിന്ന് വരുമാനം ലഭിച്ചു തുടങ്ങും. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രിയുടെ തീയതി വൈകാതെ ലഭിക്കും. അടുത്ത മാസം ആദ്യം തമിഴ്നാട്ടിലെത്തുമ്പോൾ കമ്മീഷനിങ്ങിനുള്ള താൽപര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മധുരയിലാണ്. ഇതിനുശേഷം ഒരു ദിവസം നിൽക്കാമെന്നാണ് ഇപ്പോൾ PMO അറിയിച്ചിരിക്കുന്നത്.